നമ്മുടെ ഗവർണർക്കെതിരെയുള്ള CPM-ൻ്റെയും DYFI SFIക്കാരുടെയും ഭീഷണി തുടരുകയാണ്. അപ്പോൾ ഈ ഗവർണറെ വഴി പുറത്തിറക്കാൻ സമ്മതിക്കത്തില്ല എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലത്ത് അവർ പറഞ്ഞു. പക്ഷേ ഈ ഗവർണർക്കെതിരെ വെറുതെ ഈ മുദ്രാവാക്യം വിളിക്കുന്നതല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ധൈര്യവും തൻ്റെടവും ഇവർക്കുണ്ടോ? അല്ല, ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരന് ആ ധൈര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ പഴയകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തിരുന്നു കേട്ടോ. എന്ത്? ഒരു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഗവർണറെ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഗവർണറെ വധിക്കാൻ ശ്രമിച്ച മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ ഗവർണറെ, കേരളത്തിലെ ഗവർണറായിരുന്നു V. വിശ്വനാഥൻ. 1967 EMS മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കേരള മന്ത്രിസഭയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് നിൽക്കില്ല എന്ന് കണ്ട സമയത്ത് അദ്ദേഹം കേന്ദ്രത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തലശ്ശേരി കൂടെ അദ്ദേഹത്തിന്റെ കാറ് പോകുന്ന സമയത്ത് ആ കാറിലേക്ക് ആസിഡ് ബൾബ് എറിഞ്ഞ ഒരാളുണ്ട്. അയാളുടെ പേരാണ് KG മാരാരെന്ന് ഇവര് ഓമന പേരിട്ട് വിളിക്കുന്ന K. ഗംഗാധരമാരാര്. ഈ ഗംഗാധരമാരാര് ഇവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്തരം ഒരുപാട് ചാവേറുകളുണ്ട്. ആ തരത്തിൽപ്പെട്ടൊരു തലശ്ശേരിയിലെ ചാവേറായിരുന്നു ഗംഗാധരമാരാര്. അല്ല, എന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞ് ഗവർണറുടെ വാഹനം വരുമ്പോ ആ വാഹനക്കാർക്ക് ആസിഡ് ബൾബ് എറിഞ്ഞവര് 1967 V. വിശ്വനാഥനാണ് അന്നത്തെ കേരളത്തിന്റെ ഗവർണർ. അദ്ദേഹം കോൺഗ്രസ് പക്ഷപാതിയാണെന്ന് ഇവര് പറഞ്ഞത്. എന്നിട്ട് ഞങ്ങളുടെ മന്ത്രിസഭയ്ക്ക് EMS മന്ത്രിസഭയ്ക്ക് അനുകൂലമായിട്ടൊരു നിയമം കൊണ്ടുവരുന്നില്ല, അതിനനുകൂലമായിട്ട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ആസിഡ് ബൾബ് എറിഞ്ഞത്. ഇതിന് ഇയാൾ അറസ്റ്റ് ചെയ്യാൻ ജയിലിലായിരുന്നു 2-3 വർഷക്കാലത്തോളം. ഇത് ആദ്യത്തെ സംഭവമൊന്നുമില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപാട് സ്ഥലത്ത് ചാവേറുകൾ വളർത്താറുണ്ട്. അത്തരത്തിൽ വലിയൊരു ചാവേറായിരുന്നു ഈ പറയുന്ന K. ഗംഗാധരമാരാര്. അതിലന്നിട്ട് KG മാരാരെന്ന് വിളിക്കും. കാരണം KG മാരാരെന്ന് വിളിക്കുന്നതിനകത്തും ഒരു രസം കമ്മ്യൂണിസ്റ്റ് ജനസംഘത്തിന്റെയും BJP-യുടെ KG മാരാറുണ്ടല്ലോ. അതെ, കാരണം അതിന് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയത് പിൽക്കാലത്ത് 1971 CH മുഹമ്മദ് കോയയെ ആസിഡ് ബൾബ് എറിയാൻ ശ്രമിച്ചു ഇയാള്. ഇതേ KG മാരാര്. ഇയാൾ തന്നെ അന്ന് 71 CH മന്ത്രിസഭയിലെ മന്ത്രിയാണ് ഇദ്ദേഹം, CH മുഹമ്മദ് കോയ. അദ്ദേഹം തലശ്ശേരിയിൽ പോയിട്ട് അവിടെ ഗസ്റ്റ് ഹൗസിൽ കയറി. ആ ഗസ്റ്റ് ഹൗസിൽ കയറിയ സമയത്ത് ഇയാളൊരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചു. ഈ പറയുന്ന ഗംഗാധരമാരാര് അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ല. അപ്പോയിന്റ്മെന്റ് കിട്ടാണ്ട സമയത്ത് ഇയാൾ നേരെ ഇടിച്ചുകയറി ചെന്നു. സെക്യൂരിറ്റിക്കാരായിട്ട് ഇയാൾ വഴക്കുണ്ടാക്കി. ഇയാൾ ഗസ്റ്റ് ഹൗസിന് അകത്തേക്ക് കടന്നു. CH മുറിയിലേക്ക് ചെന്നു. എന്നിട്ട് CH കൊല്ലാൻ വേണ്ടിയിട്ട് ഇയാൾ ശ്രമിച്ചു. CH അതിനെ കുറിച്ച് പരാതിപ്പെട്ടു. പിന്നെ ഇയാൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ ജയിലിലായി. ഏറ്റവും രസകരമായ സംഭവം, ഇയാൾ ആരാന്നുള്ള മനസ്സിലാക്കേണ്ടത്, അന്നത്തെ മന്ത്രിയായിരുന്ന NE ബലറാമിന്റെ ഭാര്യയുടെ ആങ്ങളെയാണ് ഈ പുള്ളി KG മാരാര്. അളിയനായിട്ടുള്ള ആളാണ്. ഇയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചാവേറ. ഇയാൾ ആദ്യകാലത്ത് റെയിൽവേയിലെ മറ്റു ജോലിക്കാരനായിരുന്നു. ഉദ്യോഗസ്ഥനൊന്നുമല്ല കേട്ടോ, ഇയാൾ സാധാരണ ഉദ്യോഗസ്ഥനായിരുന്നു ഇയാളുണ്ടായിരുന്നത്. ഇയാളുടെ ആദ്യകാലത്ത് പ്രവർത്തനം തുടങ്ങിയിട്ട് ഇത്തരത്തിലാണത്. ഇയാൾ ആദ്യമായിട്ടൊരു വധശ്രമം നടത്തിയത് നമ്മുടെ ഇപ്പോഴത്തെ പിൽക്കാലത്ത് നമ്മുടെ ഇപ്പോഴത്തെ മറ്റേ വീരേന്ദ്രകുമാറിന്റെ പാർട്ടിയിലുള്ള മോഹൻ ഉണ്ടല്ലോ, പഴയ മന്ത്രി. മോഹന്റെ അച്ഛനായിട്ടുള്ള PR കുറുപ്പുണ്ട്. പാനൂരിൽ നിന്ന് MLA ആയിരുന്നു. അങ്ങനെ അദ്ദേഹം മന്ത്രിയായിരുന്നു. ഈ പറയുന്ന ആളെ തലശ്ശേരിയിൽ കോടതി വളപ്പിലിട്ട് ഇയാൾ ആക്രമിച്ചു. അവിടെ ആസിഡ് ബൾബാണ്. അപ്പൊ ഒരു ചാവേർ തന്നെയാണ്, ഒരു ചാവേറാണ് ഇയാൾ. ആസിഡ് ബൾബ് എറിയാൻ ശ്രമിച്ചത് തലശ്ശേരിയിലെ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ്. അപ്പൊ ഇതിലാണ് പുള്ളി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നതിനകത്താണ്. കാരണം ഇദ്ദേഹം വലിയൊരു EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ വലിയൊരു ഡിവോട്ടിയാണ്. EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ കൃതികൾ വായിക്കുക, അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുക, എന്നിട്ട് ഇയാൾ സ്ഥിരമായിട്ട് അവിടെ CITUവിന്റെ തലശ്ശേരി ഓഫീസുണ്ട്, ആ ഓഫീസിനകത്ത് ഇരിക്കുക. ഇതൊക്കെയായിരുന്നു ഇയാളുടെ കലാപരിപാടികൾ. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾ ഇയാൾ ആരെ വേണമെങ്കിലും കൊല്ലാൻ ശ്രമിക്കും. PR കുറുപ്പിനെ കൊല്ലാൻ നോക്കി. 1962 67 V. വിശ്വനാഥനെ ബോംബെറിയെന്നോ ആസിഡ് ബൾബ് എറിഞ്ഞു. അത് കഴിഞ്ഞ് 1971 ഇയാൾ CH മുഹമ്മദ് കോയയെ കൊല്ലാൻ വേണ്ടി നോക്കി. എല്ലാ സമയത്തും ഇയാൾ ജയിലിലാവും. ഇയാൾ 6 മാസം 3 മാസമൊക്കെ 2-3 കൊല്ലം വരെയൊക്കെ ഇയാൾ ജയിലിൽ കിടക്കുകയും ചെയ്യും. ഇയാളുടെ മുഴുവൻ സംരക്ഷണം ഏറ്റെടുത്തിരുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്നിട്ടുള്ള കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചാവേറാണ് ഇയാള്. എനിക്ക് പലപ്പോഴും ഈ കേരള ഗവർണറുടെ പുതിയ ഇഷ്യൂസുമായി ഈ സമയത്ത് ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരന് ഒരുപക്ഷെ ചാവേറിന് കിട്ടുന്നുണ്ടാവില്ല. അല്ല, ഞാൻ ആലോചിക്കുകയാണ്, ഇന്നിപ്പോ ഗവർണറൊക്കെ പോകുന്ന വലിയ സുരക്ഷാ സന്നാഹത്തിലാണ്. അക്കാലത്ത് അത്രയും സുരക്ഷാ സംവിധാനം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആ ഗവർണർ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതായിരിക്കും. അയ്യോ, ഒരു സംശയമില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നിന്ന് മാർക്സിസ്റ്റുകാരൻ്റെ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടാൻ എളുപ്പമല്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാരനെ ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ ആദ്യം അവർക്കെതിരായിട്ട് ചില ആരോപണങ്ങൾ ഉന്നയിക്കും.
ഇപ്പൊ നമ്മൾ പഴയ കാലത്ത് ജയേഷ് മാഷിന്റെ കേസിൽ കേട്ടിട്ടുണ്ട്. ജയേഷ് മാഷിനെതിരായിട്ട് ഒരുപാട് ആരോപണം ഉന്നയിച്ചു. ജയേഷ് മാഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരാണ്, ജയേഷ് മാഷ് മറ്റേ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട ആളാണ്, ജയേഷ് മാഷ് രാജ്യവിരുദ്ധനായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഇത്തരം ആരോപണങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, അവിടെ കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള പിണറായി വിജയൻ അടക്കം എം വി രാഘവൻ അടക്കം അവിടെ ഒന്ന് സംസാരിച്ചാല് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ആളെ കൊല്ലാൻ തീരുമാനിച്ചു എന്നർത്ഥം. ഡേറ്റ് കുറിച്ചു. ഇനി എപ്പോ വേണമെങ്കിലും ഈ പുള്ളിക്ക് മരിക്കാം. അങ്ങനെയുള്ള ചരിത്രം കേരളത്തെ സംബന്ധിച്ചുണ്ട്. അത്തരം ചരിത്രങ്ങൾ കേരളത്തിൽ മന്ത്രിമാർക്കുണ്ടായിട്ടുണ്ട്, കേരളത്തിലെ MLA മാർക്കുണ്ടായിട്ടുണ്ട്, കേരളത്തിന്റെ ഗവർണർക്കുണ്ടായിട്ടുണ്ട്. അതിന് വലിയ തെളിവാണ് ഈ 3 പേരുടെ വധശ്രമം നടക്കുന്നത്. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഒരു ഗവർണറെ കൊല്ലാൻ ശ്രമിക്കുക, അപ്പൊ അതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നുന്നത് ഈ ആർലേക്കർക്കെതിരായിട്ടോ അല്ലെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാനെതിരായിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ ചെറിയ ശ്രമമാണ്. ഈ ആർഷോനൊന്നും അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. അതെ അതെ, ഈ ആർഷോ സംഗതി ഗുണ്ടയാണ്, ആളുകളെ ആക്രമിക്കുന്നവനാണ്, ആക്രമണകാരിയൊക്കെ ശരിയാണ്. പക്ഷെ അയാൾ ആരും കൊല്ലാൻ നോക്കിയിട്ടില്ല. കാരണം ഇനി ഒരുപക്ഷെ പഴയ കൂട്ടി കൊല്ലാൻ നോക്കിയിട്ടൊക്കെ ഉണ്ട്. അവരെ കൊല്ലാൻ ശ്രമം നടത്തിയിട്ടുണ്ടല്ലോ. അതെ 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 അവരെയൊക്കെ കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കൊന്നാൽ പോലും പാർട്ടി സംരക്ഷിക്കാനുണ്ട്. പക്ഷെ ഗവർണറെ തൊട്ട് കളിച്ച് ചിലപ്പോൾ കളി മാറും. പഴയ കാലമല്ല. ഇന്നിപ്പോ മാത്രമല്ല കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ സർക്കാരാണ്. ഇവര് പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞാൽ ഈ ജന്മ ഇപ്പുള്ളി പുറത്തേക്ക് വരില്ല. UAP കൂടി ചേർത്ത് കഴിഞ്ഞാൽ പണിക്കുറ്റം കഴിഞ്ഞു. കാരണം ഒരു പഴയ കാലത്ത് ഈ പറയുന്ന ഗംഗാധരമാരാര് പഴയ കാലത്താണെങ്കിൽ, ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ UAP ചുമത്തപ്പെട്ട് അറസ്റ്റിലായിട്ട് ഈ ആജീവനാന്തം ജയിലത്തിന് കിടക്കേണ്ട സാഹചര്യം വന്നേനെ. പക്ഷെ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നമ്മൾ ധരിക്കുന്ന പോലെയല്ലേ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട മുഖ്യമന്ത്രി, കഴിവില്ലാത്ത മുഖ്യമന്ത്രിയാ. 10 കാശിന് കൊള്ളൂല അയാളെ. 57 മന്ത്രിസഭ, 67 മന്ത്രിസഭ, ഈ 2 മന്ത്രിസഭയിൽ പുള്ളി ഉണ്ടായിട്ടുള്ളൂ. ഈ 2 മന്ത്രിസഭയിലും കഴിവുറ്റ മന്ത്രിമാര് ഉണ്ടായിട്ട് പോലും നേരെ ചൊവ്വേ ഭരിക്കാൻ അറിയില്ലാത്തത് കൊണ്ട് കേരളത്തിലുണ്ടായിരിക്കുന്ന കൊടിയ ദാരിദ്ര്യം അതിനായിരുന്നു 67 സംഭവിച്ചത്. ഇപ്പൊ ഇവര് പലപ്പോഴും ഇഷ്യൂസിന് ഡൈവേർട്ട് ചെയ്യുന്നവരാണ്. വലിയ ഒരു പ്രശ്നം ഒരു വര വരച്ചിട്ട് തൊട്ടു പിന്നാലെ വേറെ ഒരു വലിയ വര വരച്ചിട്ട് ആ വലിയ ചെറിയ വരയെ ചെറിയ വരയാക്കുന്ന ഒരു പ്രകൃതമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. EMSന്റെ ലൈൻ, രാഷ്ട്രീയ ലൈൻ എങ്ങനെയാണ്? വലിയ ഫിലോസഫറാണ്. ആ ഫിലോസഫിയുടെ സവിശേഷത പലപ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ചെറിയ വരയ്ക്ക് മുമ്പിൽ ഒരു വലിയ വര വരച്ച് വരയെ ചെറുതാക്കുന്ന ഒരു കൾച്ചറാണ് EMS കൊണ്ടുവന്നിരുന്നത്. പക്ഷെ എന്നിട്ട് ഒരു കാര്യം, ഇത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതൊന്നും നമ്മുടെ ആളുകൾക്ക് അറിയില്ലല്ലോ. നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നില്ല, രാഷ്ട്രീയ പ്രവർത്തകർ പറയുന്നില്ല, BJP പോലും പറയുന്നില്ല. ഇതിനെ സംബന്ധിക്കുന്ന ചരിത്ര മുദ്ര എന്ന് പറയുന്ന ഒരു മാഗസിൻ ഉണ്ട്. അതിനകത്ത് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് ഇദ്ദേഹം പച്ചക്കുതിരയുടെ ഒരു ഭാഗമാണ് ചരിത്രമുദ്ര. അതിനകത്ത് ഞാനത് വായിച്ചത് ഓർമ്മയുള്ളത് 2021 NE സുധീർ എന്ന് പറയുന്ന NE സുധീർ നമ്മുടെ ഇദ്ദേഹത്തിന്റെ മരുമകനാണ്. NE ബൽറാമിന്റെ മരുമകനാണ്. അദ്ദേഹം ഇങ്ങനെ ബന്ധുവാണ്. ഈ പറയുന്ന മാരാരുടെ ബന്ധു കൂടിയാണ്. ഈ പറയുന്ന ആൾ എഴുതിയിരിക്കുന്ന ഒരു ധിക്കാരിയുടെ ജീവചരിത്രം എന്ന് പറയുന്ന ലേഖനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ് ഈ സാധനം. വാഴ്ത്തി എഴുതിയതായിരിക്കും. വാഴ്ത്തി എഴുതിയതാണ്. കാരണം NE സുധീർ അറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷക്കാരനാണ്. അദ്ദേഹത്തിന് വാഴ്ത്താതിരിക്കാൻ നിവൃത്തിയില്ല. ശ്രമിച്ചു എന്നുള്ളത് വലിയ കേമത്തമായിട്ടായിരിക്കും എഴുതിയിരിക്കുന്നത്. അതെ, അദ്ദേഹം വാഴ്ത്തി എഴുതി. അത് നിരപരാധിയായിരിക്കുന്ന ഗംഗാധരമാരാരെ പലവട്ടം കൊടുക്കാൻ ശ്രമിച്ചു. ഒന്നുമില്ല. ഗംഗാധരമാരാരെന്ന് പറയുന്നത് ശരിക്ക് ഇവർക്ക് വേണ്ടിയുള്ള ചാവേറാണ് ഗംഗാധരമാരാര്. അല്ലെങ്കിൽ ഒരു വട്ടം പരിശ്രമം നടത്തി അബദ്ധം പറ്റിയാന്ന് ധരിക്കാം. ഒരു MLA മാത്രം കൊല്ലാൻ നോക്കി, അത് കഴിഞ്ഞിട്ട് മറ്റേ ഗവർണറെ കൊല്ലാൻ നോക്കുമ്പോൾ എങ്ങനെയാ തെറ്റാവുക? അപ്പൊ ചാവേറ് തന്നെയാണ്. മൂന്നാമത് വീണ്ടും ശ്രമിക്കുന്നു. ഡെപ്യൂട്ടി അന്നത്തെ പിൽക്കാലത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ടുള്ള ആളാണ് CH മുഹമ്മദ് കോയ. ആ CH മുഹമ്മദ് കോയ വരെ കൊല്ലാൻ നോക്കി. അതെ, 3 കേസിലും ആസിഡ് ബൾബാണ്. 3 ബൾബിന് പുള്ളി ആസിഡ് ബൾബിനകത്തുമായിട്ടുള്ള സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളാണ് പുള്ളി. അല്ല, അക്കാലത്ത് കേരളത്തിലെ രാഷ്ട്രീയ ആക്രമണങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ആയുധം ആസിഡ് ബൾബാണ്. കേട്ടിട്ടുണ്ട്. അതെ, പ്രത്യേകിച്ച് മലബാർ ഭാഗത്തൊക്കെ ആരെങ്കിലും കൊല്ലണമെന്നുണ്ടെങ്കിൽ ആസിഡ് ബൾബ് എറിഞ്ഞാണ് കൊല്ലുക. ഈ പറയുന്ന മന്ത്രിമാർക്ക്, MLA മാർക്ക്, അന്യ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരായിട്ടുള്ള നടന്നിട്ടുള്ള ആക്രമണങ്ങള് എല്ലാം ആസിഡ് ബൾബിനകത്താണത്. ബോംബൊന്നും വന്നിട്ടില്ല. എത്ര സജീവമായിട്ടില്ല. പിൽക്കാലത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബോംബൊക്കെ കണ്ടുപിടിച്ചത്. അവർ കമ്മ്യൂണിസ്റ്റ് യാതൊരു കുടിൽ ദിവസമായിട്ടും ആരംഭിക്കുന്നതിന് മുമ്പ് അവരുടെ ആദ്യകാലത്തുണ്ടായിരുന്ന പരിപാടി പ്രധാനമായിട്ട് അത് രാഘവന്റെ കാലത്താ. MV രാഘവനൊക്കെ അതിന്റെ ഒരു സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആളാണ്. ആസിഡ് ബൾബ്. അങ്ങനെ ചില കൊല ചെയ്യാനുള്ള വലിയൊരു പരിശ്രമമാണ് ഈ പറയുന്ന KG മാരാർ എന്ന് പറയുന്ന
കെ ഗംഗാധരമാരായിരുന്നു നടത്തിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോഴത്തെ. ഇന്നിപ്പോ ഗവർണർക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിക്കുന്നു. ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരന് പഴയോട് ധൈര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇപ്പൊ സെനറ്റ് ഹാളിനകത്തേക്ക് KSUവിൽ 4-5 മന്ദബുദ്ധികൾ കയറി എന്നുള്ളത് ശരിയാണെങ്കിലും ബാക്കിയുള്ളവരാരും കയറിയില്ല. SFIക്കാർ അവന് ബുദ്ധിയുണ്ട്, അവന്റെ ഭരണമാണെന്ന് അവനറിയാം. ആ ഭരണമാണെങ്കിൽ പോലും ചാവേറാകുന്നത് നല്ലതല്ല എന്നുള്ള തിരിച്ചറിവ് SFIക്കാർക്കുണ്ട്. പക്ഷെ KSUക്കാർക്കില്ല. KSUക്കാരെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ സാധാരണ പറയാം KSUക്കാർ കൈയോടെ കിട്ടി ബോധിക്കുകയും ചെയ്തു. കൈയോടെ സംഗതി കിട്ടി ബോധിച്ചു. ഇതിന്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കേരളത്തിൽ SDPIയെ കുറിച്ചൊരു സംഗതി പറയാറുണ്ട്, പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച്. അവർക്ക് ഏറ്റവും പെട്ടെന്ന് മോക്ഷം കിട്ടാൻ വേണ്ടി അവിടെ പോകണം, സ്വർഗത്തിൽ പോകണം. ഈ മോക്ഷം കിട്ടാൻ അവർ ധരിച്ച RSSകാർ ഇവരെ കൊല്ലുന്ന ധരിച്ചത്. RSSകാർ ഇവർ തൊഴുന്നില്ല, ഇവര് തല്ലുന്നില്ല, ഇവര് നോക്കുന്നില്ല, ഇവര് കൊല്ലുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇവര് പരമാവധി RSSനെതിരായിട്ട് മറ്റേ അവിടെ രഞ്ജി ശ്രീനിവാസനെ കൊല്ലുന്നു, പാലക്കാട് ശ്രീനിവാസനെ കൊല്ലുന്നു. പക്ഷെ RSS അനങ്ങുന്നില്ല, പ്രതികരിക്കുന്നില്ല. ഇങ്ങനെ കൊല്ലാണ്ട് വന്ന സമയത്താണ് അവർ RSSനെ വിട്ടിട്ട് അവർ സിറിയയിലേക്ക്, അഫ്ഗാനിസ്ഥാനിലേക്കൊക്കെ ഇവര് ചില യാത്ര നടത്താൻ തീരുമാനിച്ചു. എവിടെയെങ്കിലും സ്വർഗത്തിൽ പോകണം. 72 ഹൂറിമാരും ഇത് സഹിക്കാൻ പറ്റില്ലേ? സഹിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. ഇവരുടനെ അവിടെ ഹൂറിമാരെ തേടി പോകാനുള്ള പരിശ്രമമാണ്. സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാര്. ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഇടതുപക്ഷ മനസ്സിലുള്ളതിന്റെ പേരില് അവർക്കും എങ്ങനെയെങ്കിലും ഈ തരത്തിൽ ചാവേറായിട്ട് ഒരു അക്രമം നടത്തി ആരെങ്കിലുമൊക്കെ കൊന്ന് നേതാക്കന്മാരാകാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. അതിൽ ഗവർണറെ അവർ ലക്ഷ്യം വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ കാലം മാറിയത് അവർ തിരിച്ചറിഞ്ഞില്ല. ഇന്നിപ്പോ പഴയ കാലല്ല, കാലം തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അതിന് ശ്രമിക്കാത്തത്. കമ്മ്യൂണിസ്റ്റുകാരൻ തിരിച്ചറിയാൻ തയ്യാറായി, കോൺഗ്രസ്സുകാരെ തിരിച്ചറിഞ്ഞില്ല. കോൺഗ്രസ്സുകാരനെ തിരിച്ച് മനസ്സിലായിട്ടില്ല. അടി കൊണ്ട സമയത്താണ് കോൺഗ്രസ്സുകാരൻ മനസ്സിലായത് ഇനി ഇവരെ രക്ഷിക്കാൻ ഒരു കോൺഗ്രസിന് നേതാവും ഉണ്ടാവില്ല എന്ന്. ഇപ്പൊ ഇവർക്ക് കൃത്യമായിട്ട് ബോധ്യമായിട്ടുണ്ട്. ഇവരുടെ ആജീവനാന്തം ഇവർക്ക് കുരച്ചും ചുമച്ചും ഒക്കെ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും സംജാതമായിട്ടുണ്ടെന്നുള്ളതാണ് ഇത്തരം ഗവർണർക്കെതിരായിട്ടുള്ള ആക്രമണം. ഏതായാലും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ ഇങ്ങനെ ഗവർണർക്ക് നേരെ ആസിഡ് ബോൾ എറിഞ്ഞത്. കേരളത്തിൽ പക്ഷേ നമ്മുടെ പ്രേക്ഷകരിൽ മഹാഭൂരിപക്ഷം ആളുകൾക്ക് ആദ്യം കേൾക്കുകയായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേരളത്തിലെ CPM എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ ഏറ്റവും വലിയ ചാവേറുകളുടെ പ്രസ്ഥാനമാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.